കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെയും ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. ഭരണകക്ഷിയുടെ നയരൂപീകരണ കേന്ദ്രമായ AKG സെന്ററിലെ ഇടനാഴികളിൽ വരെ ഈ കള്ളക്കടത്ത് ശൃംഖലയുടെ വേരുകൾ പടർന്നിട്ടുണ്ട് എന്ന ഗൗരവകരമായിട്ടുള്ള ആക്ഷേപം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും രാജ്യസഭാംഗവുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ കേന്ദ്രീകരിച്ച് പുറത്തുവരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഈ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിതമല്ല എന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതാണെന്നും പ്രതിപക്ഷം അവകാശപ്പെടുമ്പോൾ ഭരണകൂടത്തിന്റെ സുതാര്യതയും ധാർമ്മികതയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അവകാശപ്പെടുന്ന ഒരു സർക്കാരിന്റെ മറവിൽ സ്വർണ്ണക്കൊള്ളയും സമാന്തര രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയും ഒക്കെ തന്നെ വളരുന്നുണ്ടോ എന്ന ആശങ്ക പൊതുസമൂഹത്തിൽ ഇപ്പോൾ ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ ജോൺ ബ്രിട്ടാസിനെതിരെ ഉയരുന്ന സ്വർണ്ണക്കടത്ത് ബന്ധം അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണെന്നാണ് ആരോപണങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. PV അൻവർ MLA ഉന്നയിച്ച വെളിപ്പെടുത്തലുകൾ ഈ വിവാദത്തിന് പുതിയൊരു ദിശ നൽകിയിരിക്കുകയാണ്. മാധ്യമരംഗത്തെ മുൻ പരിചയവും ഭരണസ്വാധീനവും ഉപയോഗിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങളെ വെള്ളപൂശാനും തെളിവുകൾ നശിപ്പിക്കുവാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഭരണകക്ഷി കൃത്യമായുള്ള മറുപടി നൽകേണ്ട ബാധ്യതയുണ്ട്.